റോഷിപ്പാൽ ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ അപഹാസ്യനാകുന്ന കാഴ്ചയാണ് കണ്ടത്. അവന്തികയുടെ പേരിലുള്ള ഒരു ഓഡിയോ സന്ദേശം പുറത്തുവിട്ട് ഓഗസ്റ്റ് 1-ാം തീയതിയിലുള്ള ഓഡിയോ സന്ദേശം പുറത്തുവിട്ട് ഓഗസ്റ്റ് 22-ാം തീയതി അവന്തിക നടത്തിയ ഒരു പ്രതികരണത്തെ മറച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് അയാൾ. വളരെ ദുർബലമായി പൊളിഞ്ഞു വീഴുന്നൊരു പ്രതിരോധമല്ലേ അത്. കാരണം ഏതൊരു പെൺകുട്ടിക്കെതിരെയും ഏതൊരു ഇന്ത്യ രാജ്യത്ത് എവിടെ വെച്ചെങ്കിലും ഏതു കാലത്തും ഒരു സെക്ഷൽ അസോൾട്ട് നടന്നാൽ അവൾക്കത് പരാതിപ്പെടാൻ നിശ്ചിത സമയപരിധിയില്ല എന്നുള്ളതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ പറയുന്നത്. ഓഗസ്റ്റ് 1-ാം തീയതി ആ പെൺകുട്ടി തന്നെ പിന്നീട് പറയുന്നുണ്ട് തനിക്ക് രാഹുലിനോടുള്ള ഭയം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നത് പറയുന്നുണ്ട്. അതെന്താണെങ്കിലും എല്ലാ ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടി ഈ ഒരു വിഷയം മാത്രം എടുത്ത് ദുർബലമായ പ്രതിരോധം എടുത്തണിയാനാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചത്. എന്താണ് രാഹുലിന്റെ നീക്കം? പാർട്ടി എങ്ങനെയാണ് രാഹുലിന്റെ നീക്കത്തെ കാണുന്നത്? ഇനിയും രാഹുലിനെ ചുമക്കുന്നുണ്ടോ പാർട്ടി? അരുൺകുമാർ, കഴിഞ്ഞ ദിവസം പോലെ ആയിരുന്നില്ല. ഇന്നലെ രാവിലെ മുതൽ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പരസ്പരം ആശയവിനിമയം തുടങ്ങിയത് ഒറ്റ ചർച്ചയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്രയും പെട്ടെന്ന് പാർട്ടിക്കകത്തുനിന്നും പുറത്താക്കണം, MLA സ്ഥാനത്തു നിന്നും രാജിവെപ്പിക്കണം. ഈ ചർച്ച മാത്രം, അത് ഹൈക്കമാൻഡ് പ്രതിനിധികളുമായും ചർച്ചകൾ നീണ്ടു. ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം പരസ്പരം ആശയവിനിമയം തുടരുകയാണ്. അവർ ആശങ്കപ്പെടുന്ന ഒന്നു മാത്രമാണ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചാൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമോ എന്നതാണ്. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഒറ്റ നിലപാടാണ്. ഇനി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്ന് അവിടെ തിരിച്ചടി ഉണ്ടായാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചാൽ അതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും രാഹുലിനെ തുടരാൻ അനുവദിക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെയാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയത്. സണ്ണി ജോസഫിനോടും ഒപ്പം ദീപാദാസ് മുൻഷിയോടും പ്രധാനപ്പെട്ട നേതാക്കളുമായി പെട്ടെന്ന് ആശയവിനിമയം നടത്തുക, റിപ്പോർട്ട് കൈമാറുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിക്കുമെന്ന്. ഏതായാലും ഇന്ന് ദുർബലമായ ഒരു വാദവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്താൻ കാരണം ഇതുതന്നെയാണ്. പാർട്ടിക്കകത്ത് തനിക്ക് ഒരു പിന്തുണയും ഉണ്ടാകുന്നില്ല, പിന്തുണയെല്ലാം നഷ്ടമായി, ഇതുവരെ സംരക്ഷിച്ചവരെല്ലാവരും കൈവിട്ടു കഴിഞ്ഞു, ഇനി താൻ പുറത്തേക്കാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒടുവിൽ ഈ ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചവരുടെ വിശ്വാസത്തെ തകർക്കാനുള്ള ഒരു അവസാനവട്ട ശ്രമം നടത്തിയത്. വരും ദിവസങ്ങളിലും സമാനമായി തന്നെ ശ്രമം നടത്തുമെന്ന മുന്നറിയിപ്പ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകളിലുണ്ട്. അതൊരു കൃത്യമായ ഒരു ഭീഷണിയായി തന്നെ കാണേണ്ടി വരും. കാരണം ഇനിയും ഒട്ടേറെ പേർ വെളിപ്പെടുത്തലുമായി രംഗത്തെത്താനുള്ള സാധ്യത കോൺഗ്രസ് നേതൃത്വം കാണുന്നു. അങ്ങനെ വെളിപ്പെടുത്താൻ ആരെങ്കിലും വന്നാൽ അവരുടെ മുൻ ചാറ്റുകൾ, അവരുമായി നേരത്തെ സംസാരിച്ച സന്ദേശങ്ങളൊക്കെ ഒരുപക്ഷെ ഞാൻ പുറത്തുവിട്ടേക്കുമെന്ന സൂചന കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിലൂടെ നൽകുന്നത്. അതേസമയം തന്നെ രാഹുലിനെ പരസ്യമായി വിമർശിച്ച കോൺഗ്രസിന്റെ അനുഭാവികൾക്കും ഒപ്പം നേതാക്കൾക്കുമെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ വ്യാപകമായ ആക്രമണവും തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും ഇനി ആരും രാഹുലിനെതിരെ ശബ്ദിക്കാൻ പാടില്ല എന്ന സന്ദേശവും അതിന്റെ സൂചനകളും ഇതിനോടകം പുറത്തു വന്നു. ഏതായാലും കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും കൈയൊഴിഞ്ഞു. ഇനി 1-2 നേതാക്കൾ, അതിൽ ഏറ്റവും പ്രധാനി അത് ഷാഫി പറമ്പിലാണ്. കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റാണ് ഷാഫി പറമ്പിൽ. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കിയത് ഷാഫിയായിരുന്നു. പക്ഷേ ഇന്ന് ഷാഫി മൗനം തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ കോഴിക്കോടും ഇന്നലെ താൻ നിലപാട് പറഞ്ഞു എന്ന് ഷാഫി വ്യക്തമാക്കി. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാഫി ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കിന് നേതൃത്വം കൊടുക്കുകയാണ് രാഹുലിന്റെയും ഷാഫിയുടെയും നേതൃത്വത്തിലുള്ള സംഘമെന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം. അതിൽ ഇപ്പോൾ താര ടോജോ അലക്സിനെ പോലെയുള്ള സ്നേഹയെ പോലെയുള്ള കോൺഗ്രസ് അംഗങ്ങളും യൂത്ത് കോൺഗ്രസ് അംഗങ്ങളും കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചവരുമായ ഒരുപാട് സ്ത്രീകൾ ഈ തുറന്ന നിലപാട് സ്വീകരിച്ചവർക്കെതിരെ വളരെ വൃത്തികെട്ട ഭാഷയിൽ, അറപ്പുളവാക്കുന്ന ഭാഷയിലുള്ള സൈബർ അതിക്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെർബൽ റേപ്പ് എന്ന് പറയാവുന്ന രീതിയിലുള്ള സൈബർ ആക്രമണമാണ് രാഹുലിന്റെയും, ഇനി നമുക്കറിയില്ല ഷാഫിയുടെ പിന്തുണ ഇതിന് പൂർണ്ണമായിട്ടും ഉണ്ടോ എന്ന്, നിലവിൽ ഈ സംഘങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇതിനെ പാർട്ടി പ്രതിരോധിക്കുമോ, പാർട്ടി നിലയ്ക്ക് നിർത്തുമോ? കാരണം നേരത്തെ VD സതീശൻ പറഞ്ഞത് അത്തരത്തിലുള്ള പ്രതികരണം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ കർശനമായി നേരിടും എന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ പല സൈബർ ഗ്രൂപ്പുകളിലും ഇതിങ്ങനെ പറന്ന് കളിക്കുകയാണ്. അരുൺകുമാർ, കോൺഗ്രസിനു വേണ്ടി ശബ്ദിക്കുന്ന പ്രധാനപ്പെട്ട സൈബർ ഗ്രൂപ്പുകൾ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. അതേസമയം സ്ഥിരമായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ അടക്കം സൈബർ ആക്രമണം നടത്തുന്ന സൈബർ വെട്ടുകിളികളുണ്ട്. ആ സൈബർ വെട്ടുകിളികളാണ് ഇപ്പോൾ താര ടോജോ അലക്സിനെതിരെയും
ആർ വി സ്നേഹക്കെതിരെയും ഷാനിമോൾ ഉസ്മാനെതിരെയും ബിന്ദു കൃഷ്ണക്കെതിരെയും KK രമ അടക്കമുള്ളവർക്കെതിരെ, രാഹുലിനെതിരെ ശബ്ദിച്ചവർക്കെതിരെ, രാഹുലിനെ തള്ളിപ്പറഞ്ഞവർക്കെതിരെ കടന്നാക്രമണം, അതും അശ്ലീല പദപ്രയോഗങ്ങളാണ്. ഏറ്റവും മോശമായ രീതിയിലുള്ള അസഭ്യമാണ് അവർ പറയുന്നത്. ഇവരൊക്കെ നിരന്തരം ഈ നേതാക്കൾക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ജയ് വിളിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിരോധം തീർക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരിൽ ചിലർ KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇവർക്കെതിരെ കൃത്യമായ നടപടി വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കേണ്ടി വരും. ഇതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് ഇനി ആരും പരസ്യമായി രാഹുലിനെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരാൻ പാടില്ല. അങ്ങനെ രംഗത്ത് വന്നാൽ അവർ അനുഭവിക്കേണ്ടി വരിക ഇതുപോലെയുള്ള സൈബർ ആക്രമണങ്ങളായിരിക്കുമെന്ന് ആ കൃത്യമായ സന്ദേശം അവർ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇനി പരാതികളോ വെളിപ്പെടുത്തലുകളോ വരില്ലെന്നാണ് ആ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നവർ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്.